ആഫ്രിക്കയിൽ നിന്ന് വീണ്ടും ഒരു ലോകാവസാന പ്രവചനം. 2025 ഡിസംബർ 25, അതായത് അടുത്ത രണ്ടാഴ്ചക്കകം ലോകാവസാന പ്രളയം ഉണ്ടാകുമെന്ന് പ്രവചിച്ച് ആഫ്രിക്കൻ പ്രവാചകൻ. ഘാനയിലെ എബോ നോഹ എന്ന സ്വയം പ്രഖ്യാപിത പ്രവാചകനാണ് ഡിസംബർ 25 3 വർഷം നീണ്ടു നിൽക്കുന്ന ലോകാവസാന മഹാപ്രളയം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. പ്രവചിക്കുക മാത്രമല്ല, നോഹ പെട്ടകം പണിതതുപോലെ എബോ നോഹയും രക്ഷപ്പെടുവാനുള്ള പെട്ടകത്തിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞതായിട്ടാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ക്ലിപ്പുകളിലൂടെ എബോ നോഹ തൻ്റെ അനുയായികൾക്കായി നിർമ്മിക്കുന്ന കൂറ്റൻ തടിക്കപ്പലുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് 80% പണി പൂർത്തിയായി കഴിഞ്ഞു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ക്ലിപ്പുകളും നമുക്ക് കാണുവാൻ സാധിക്കും. കപ്പലുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കും ഓരോ മൃഗവർഗത്തിൽ നിന്നും ഈ 2 ജീവികൾക്കും അഭയം ലഭിക്കുമെന്നാണ് ഇയാൾ വാദിക്കുന്നത്. എബോ നോഹ നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ പെട്ടകങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന ചോദ്യം നിർണായകമാണ്. ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിന് ഏകദേശം 155 മീറ്റർ നീളമുണ്ടായിരുന്നു. അതായത് ആയിരക്കണക്കിന് മൃഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര വലിപ്പം അതിനുണ്ടായിരുന്നു. പല അറകളുള്ള കപ്പലായിരുന്നു അത്. എന്നാൽ എബോ നോഹയുടെ നിർമ്മിതികൾ ഈ വിവരണങ്ങളുമായി ഒത്തുപോകുന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ഇവ വലിയ വള്ളങ്ങളായി തോന്നുമെങ്കിലും ഒരു ആഗോള പ്രളയത്തെ നേരിടാനോ ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകാനോ ഒന്നും അവയ്ക്ക് ഉറപ്പോ ശേഷിയോ ഇല്ലെന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. മാത്രവുമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ലോകത്തെ പ്രളയം കൊണ്ട് ദൈവം ന്യായം വിധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രവചനത്തിന് ബൈബിൾ പരമായ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇതൊരു വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശികമായി ഇതിനെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ പിന്നീട് ഗവൺമെന്റ് തലത്തിൽ നടന്നു. അങ്ങനെ നടന്നപ്പോൾ എബോ നോഹ ഈ കൂറ്റൻ ബോട്ടുകളുടെ ഒന്നും ഉടമയല്ലെന്നും അവ യഥാർത്ഥത്തിൽ മത്സ്യബന്ധന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നിർമ്മിക്കുന്ന ബോട്ടുകളാണെന്നും കണ്ടെത്തിയതായിട്ടാണ് പുതിയ അറിവ്. അതോടെ എബോ നോഹ വെറും ഒരു സ്വയം പ്രഖ്യാപിത പ്രവാചകൻ എന്നതിലുപരി ശ്രദ്ധ നേടാൻ മതപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തട്ടിപ്പുകാരനാണെന്നും ആരോപണമുയർന്നു. എന്തായിരുന്നാലും ഈ പ്രവചനത്തെ ഘാനയിലെ ഭരണകൂടം വളരെ ഗൗരവമായാണ് എടുത്തത്. എബോ നോഹയുടെ അവകാശവാദങ്ങൾ അടിയന്തരമായ ആത്മീയ, സാമൂഹിക, ദേശീയ സുരക്ഷാ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാനും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചു. ഒരു തീയതി നിശ്ചയിച്ചുള്ള ലോകാവസാന പ്രവചനം എങ്ങനെ ദേശീയ സുരക്ഷാ ഭീഷണിയാകുന്നു എന്ന ചോദ്യം പ്രധാനമാണ്. ചരിത്രപരമായ ഇത്തരം മുന്നറിയിപ്പുകൾ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കും, കൂട്ടപലായനങ്ങൾക്കും പൂഴ്ത്തിവെപ്പിനും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഒക്കെ ഇത്തരം പ്രവചനങ്ങൾ കാരണമായി തീരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആയിരക്കണക്കിന് ആളുകൾ ഇനി ഡിസംബർ 25 പെട്ടകത്തിൽ കയറാനായിട്ട് അവിടേക്ക് ഓടിച്ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വലിയ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഇത്തരം വലിയ ജനക്കൂട്ടങ്ങൾ ഒരുപക്ഷെ തീവ്രവാദികളുടെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ഒക്കെ ആയി മാറിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ആകുലതയുമുണ്ട്. അതുപോലെ തന്നെ 1993 അമേരിക്കയിൽ ഡേവിഡ് കൊറേഷ് എന്ന് പറയുന്ന ഒരാളുടെ അനുയായികൾ നടത്തിയ കൂട്ട ആത്മഹത്യ പോലുള്ള ആഗോള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൂടെയാണ് ഗവൺമെന്റ് സുരക്ഷാ വിദഗ്ധർ ഇത്തരം ഒരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതും. ഈ പെട്ടക നിർമ്മാണ സ്ഥലങ്ങളിൽ അവർ അന്വേഷണങ്ങൾ നടത്തുകയും അതിനുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഘാന ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള ഇതുപോലുള്ള പ്രവചനങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രവാചകന്റെ പേരാണ് ജോഷുവ മക്ലേല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിയ ആളുകളാണ്. ജോഹനാസ്ബർഗിലെ ഒരു സ്വയം പ്രഖ്യാപിത പ്രവാചകനായ അദ്ദേഹം യേശുക്രിസ്തു തനിക്ക് ദർശനം നൽകിയെന്നും 2025 സെപ്റ്റംബർ 23, 24 തീയതികൾ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന റാപ്ചർ സംഭവിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു. ഒരു പ്രാദേശികമായ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുടങ്ങിയ ഈ പ്രവചനം റാപ്ചർ ടോക്ക് എന്ന പേരിൽ ഹാഷ്ടാഗ് ചെയ്യപ്പെട്ട് യൂട്യൂബിലും ടിക്ടോക്കിലും എക്സിലും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ വ്യാപകമായി ലോകം മുഴുവൻ പ്രചരിച്ചു.
ഭൂഖണ്ഡങ്ങൾ കടന്ന ആളുകളെ ഇത് പരിഭ്രാന്തിയിലേക്കും അതിനുവേണ്ടിയുള്ള ലോകാവസാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കും ഒക്കെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പ്രവചിക്കപ്പെട്ട തീയതിയിൽ യാതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, മക്കളേലെ തൻ്റെ അനുയായികളോട് പിന്നെ പറഞ്ഞത് ദൈവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ് എന്നാണ് പറഞ്ഞത്. ഈ പ്രവചനം പരാജയപ്പെട്ടതിന് പിന്നാലെ ഇയാളെ പിന്തുണച്ച നൈജീരിയൻ, ഓസ്ട്രേലിയൻ പ്രവാചകന്മാരൊക്കെ ജനങ്ങളോട് സോഷ്യൽ മീഡിയ വഴി ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്നാൽ ഈ പ്രവചനം വിശ്വസിച്ച് തങ്ങളുടെ വസ്തുവകകൾ വിൽക്കുകയും കാറുകൾ വിൽക്കുകയും ജോലി ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ കാര്യമാണ് വളരെ ഗതികേടായി പോയത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ലോകാവസാന പ്രവചനങ്ങളും പ്രവാചക പ്രസ്ഥാനങ്ങളും വ്യാപകമാകുന്നതിന് പിൻപിൽ ആഴത്തിലുള്ള സാമൂഹ്യ കാരണങ്ങൾ ഉണ്ടെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ആഫ്രിക്കക്കാർ അടിസ്ഥാനപരമായ മതവിശ്വാസികളാണ്. ആഫ്രിക്കൻ കോസ്മോളജിയിൽ ആത്മീയവും ഭൗതികമായ ലോകങ്ങളെ വേർതിരിക്കുന്നില്ല. അതിനാൽ സാമ്പത്തികമോ ആരോഗ്യപരമോ സാമൂഹികമോ ആയ ഏത് പ്രതിസന്ധിക്കും കാരണം അദൃശ്യമായ ആത്മീയ ശക്തികളുടെ ഇടപെടലാണെന്ന് ആ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സാധാരണ പൗരന്മാർ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കുവാൻ അമാനുഷിക കഴിവുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവാചകന്മാരെയൊക്കെ ആശ്രയിക്കുന്ന രീതി ആഫ്രിക്കൻ വൻകരയിൽ കൂടുതലാണ്. അതുതന്നെയാണ് ഇത്തരം ആളുകളുടെ ഇതുപോലെയുള്ള പ്രവചനങ്ങൾക്കും ആത്മീയ അരക്ഷിതാവസ്ഥയ്ക്കും ഒക്കെ കാരണമായി മാറുന്നത്. ഇത്തരം പ്രവാചക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൻ്റെ വർധനവിനെക്കുറിച്ചും അവരുടെ സ്വാധീനങ്ങളെക്കുറിച്ചുമൊക്കെ വിമർശനാത്മകമായ വിശകലനങ്ങൾ ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ വ്യാപകമായ ദാരിദ്ര്യവും വർണ്ണവിവേചനവും സൃഷ്ടിച്ച സാമൂഹ്യ അസമത്വം നിലനിൽക്കുമ്പോഴും ഇത്തരം പ്രവാചക സഭകളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന ഒരു യാഥാർത്ഥ്യവുമുണ്ട്. അതായത് ഈ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ അനീതിക്കെതിരെയോ അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾക്കെതിരെ ഒന്നും കാര്യമായി പ്രതികരിക്കാതെ ലോകാവസാനത്തെക്കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തി ജനങ്ങളെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് പ്രാദേശികമായി ഉണ്ടാകുന്ന ഇത്തരം പ്രവചനങ്ങളൊക്കെ അതിവേഗം ആഗോള തലത്തിലേക്ക് എത്തുന്നു. പുതിയ പ്രവാചക സഭകൾ സുവിശേഷം പ്രചരിപ്പിക്കാനും തങ്ങളുടെ ആത്മീയ സേവനത്തിലേക്ക് എളുപ്പത്തിൽ ആളുകളെ കൂട്ടിച്ചേർക്കാനും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വളരെ വിദഗ്ധമായും തന്ത്രപൂർവ്വവും ഉപയോഗിക്കുകയാണ്. ഈ ജോഷുവ മക്ലേലയുടെ റാപ്ചർ പ്രവചനം വ്യാപകമായി വൈറലായതൊക്കെ ഈ സമീപകാലത്ത് അത്തരം കാര്യങ്ങൾക്ക് ലഭിക്കുന്ന വലിയ വ്യാപകമായ പ്രചാരത്തിൻ്റെ ഒരു തെളിവായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഘാനയിലെ എബോനോഹയുടെ പെട്ടക നിർമ്മാണവും ദക്ഷിണാഫ്രിക്കയിലെ മക്ലേലയുടെ റാപ്ചർ പ്രവചനവും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ദൈവവചനത്തിൽ അറിവുള്ള ആളുകൾക്ക്, എന്തെങ്കിലും ചെറിയ ജ്ഞാനമെങ്കിലുമുള്ള ആളുകൾക്ക് ഇതെല്ലാം തന്ത്രപൂർവമുള്ള ചില പദ്ധതികളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുവാനും വ്യാജമാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പാവപ്പെട്ട ആളുകൾ, ഇതൊന്നും അറിയാത്തവർ, വേദപുസ്തകത്തെക്കുറിച്ച് ആഴമായ ജ്ഞാനമില്ലാത്തവർ ഒക്കെ ഇതുപോലെയുള്ള ആളുകളുടെയൊക്കെ തട്ടിപ്പിൽ പെട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കൗതുകകരമായ വാർത്ത നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു.